വണ്ടി ഇവിടെ കംപ്ലൈൻ്റ് ആയി. പിന്നെ പേരുപടയ്ക്ക് വന്നു, അവിടെ പോകണം. പേരുപട അയ്യോ ഞാൻ ഇവിടെയാണ് പട്ടൂർക്കാം നെറ്റത്താണ്, ഞങ്ങൾ അവിടെ ആക്കാം. പുള്ളി കഴിച്ചിട്ടുണ്ട്. അപ്പം പുള്ളിക്ക് എന്നെ കൊണ്ടുപോയി വിട്ടു. അപ്പോൾ ഞാൻ ബാക്കിൽ കയറി. ഭയങ്കര തിരക്കായതുകൊണ്ട്, മഴയാണ്, ബ്ലോക്ക് ആയതുകൊണ്ട് കൊണ്ട് വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് അടുത്ത ആരെങ്കിലും ഈ അടുത്ത വണ്ടി വല്ലതും ഉണ്ടെങ്കിൽ അറിയോ അപ്പോൾ അവർ അറിയാം. അപ്പോൾ പിന്നെ വണ്ടി മൂവ് ചെയ്ത് പോകുമ്പോൾ നിങ്ങളെല്ലാവർക്കും അറിയാം കേട്ടോ. അത് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സ്കിറ്റിൻ്റെതാണ്, നിങ്ങളെല്ലാവർക്കും അറിയാം. അടുത്തൊരു സ്ഥലത്തോട്ട് നിർത്തിയപ്പോൾ വേറെ അത് അറിയോ, അപ്പോൾ വീണ്ടും വണ്ടി മൂവ് ചെയ്തു. നിങ്ങൾ എല്ലാവർക്കും അത്ര പോരാ, എല്ലാവർക്കും അറിയില്ല. അത് സ്കിറ്റ് നിങ്ങൾ നല്ല അത് എല്ലാവരിലും എത്താത്തതുകൊണ്ടാണ്. അടുത്ത് കഴക്കൂട്ട ജംഗ്ഷനിൽ എത്തിയപ്പോൾ കാറുകാരൻ വന്നത്, കാറുകാരനുണ്ട് അറിയോ. പിന്നെ നമ്മളെ സംഘസേനല്ലേ വീണ്ടും വണ്ടി പോയപ്പോൾ നിങ്ങളെല്ലാവർക്കും അറിയാം. കാര്യവട്ടത്തെത്തി വണ്ടി നിർത്തിയപ്പോഴും അതുപോലെ അറിയാം. നിങ്ങൾ എല്ലാവർക്കും അത്ര പോരാ. അങ്ങനെ പേരൂർക്കട വരെ രാത്രി ഒരു 12:30 മണിയൊക്കെ ആയപ്പോഴേ എനിക്കൊരു കോൾ. നിങ്ങളെ എല്ലാവർക്കും അറിയാം കേട്ടാ. കാരണം നിങ്ങൾ ആ ചെയ്ത ഒരു അമ്മയും മോനായിട്ട് ഒരു സ്കിറ്റ് ചെയ്തില്ല, അതാണ് കട്ട് ചെയ്ത് 1 മണിയായപ്പോ വീണ്ടും ഞാനേ നിങ്ങളെ ബൈക്ക് കൊണ്ട് ആക്കിയില്ലാണ് പറയട്ടെ. പക്ഷേ നിങ്ങൾ ഭാര്യത്തൊക്കെ നിങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ നിങ്ങളെ അറിയില്ല. എല്ലായിടത്തും നിങ്ങളെ അത്ര പോരാട്ടാ എന്ന് വെച്ച് ഇത് ഇപ്പൊ എന്റെ പൊന്നു തങ്കച്ചേട്ടാ ഇരുന്ന് തള്ളാതെ ഇത് കോമഡി അടിക്കാന്ന് പറഞ്ഞാലും ഇത് സത്യമാണ് കേട്ടോ.